മനുഷ്യൻ്റെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഓരോ സ്റ്റേജസിനെ കുറിച്ചും സൈക്കോളജി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഒരമ്മ ഒരു സ്ത്രീ മധ്യവയസ്സിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ഒരു കവിതയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കവിതയുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാഹിത്യകാരിയായിരുന്ന കവയിത്രിയായിരുന്ന മാധവിക്കുട്ടിയുടെ കവിത ദ മിഡിൽ ഏജ്. അതിൽ അവർ പറയുന്നു, ഒരു സ്ത്രീ ഒരമ്മ മധ്യവയസ്സിലെത്തുന്നത് അവരുടെ മുടി നരക്കുന്നത് കൊണ്ടല്ല, അവരുടെ കുട്ടികൾ അവരോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുമ്പോഴാണ്. ഒരമ്മയുടെ മിഡിൽ ഏജിലേക്ക് എത്തുന്നത് അവരുടെ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് കൊണ്ടല്ല, അവരുടെ കുട്ടികൾ അവരെ വിമർശിച്ച് സംസാരിക്കുമ്പോഴാണ്. കുട്ടിക്കാലത്ത് അമ്മയുടെ വിരലിൽ തൂങ്ങി എല്ലായിടത്തും ശാഠ്യം പിടിച്ച് അവർ പോകാറുണ്ട്. എന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ അമ്മ വിളിച്ചാൽ അവർ പോകാറില്ല. അവരെ ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞു അവർക്ക് തിരക്കുണ്ടെന്നും പറഞ്ഞു അവർ പോകും. വളരെ മനോഹരമായിട്ടുള്ള ഈ കവിത 30-35 വർഷങ്ങൾക്ക് മുമ്പാണ് അവരെഴുതിയിട്ടുള്ളത്. ഇന്ന് കാലിക പ്രസക്തമായ ഒരു കവിതയാണത്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളും അമ്മമാരും തമ്മിലുള്ള അകൽച്ച, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഞാൻ ഈ കവിതയെക്കുറിച്ച് പറയുവാനുള്ള. കൗമാരപ്രായത്തിലുള്ള കുട്ടികളും അവരുടെ അമ്മമാരും തമ്മിലുള്ള അകൽച്ചയും കമ്മ്യൂണിക്കേഷനുമാണ് ഞാൻ ഈ കവിതയെക്കുറിച്ച് പറയുവാനുള്ള കാരണം. പല അമ്മമാരും പറയുന്ന ഒരു വാക്കാണ്, അവൾ പറഞ്ഞാൽ അനുസരിക്കില്ല. പണ്ടൊക്കെ നല്ല കുട്ടിയായിരുന്നു, ഇപ്പോൾ അവൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എപ്പോഴും തറുതല പറയും, എപ്പോഴും ദേഷ്യമാണ് എന്നൊക്കെ. ഈയിടെയായി കൗമാരക്കാരായ കുട്ടികൾ പല അപകടങ്ങളിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും ആത്മഹത്യകളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ നിരക്ക് കൂടുതലാണ്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കൗമാരവും പാരൻസും എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൗമാരപ്രായക്കാരായ കുട്ടികളിൽ ഇന്ന് സൂയിസൈഡ് ടെൻഡൻസി കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ, ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ, പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ, A+ കിട്ടാതാവുമ്പോൾ, മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ, പ്രണയം ബ്രേക്കപ്പ് ആവുമ്പോൾ ഇവർ ഒളിച്ചോട്ടത്തിലേക്കും ആത്മഹത്യയിലേക്കും അപകടങ്ങളിലേക്കും ചെന്ന് ചാടുന്നു. ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കൗമാരക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ കുറച്ച് സമയം കാത്തിരിക്കുവാനോ, ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ, ക്ഷമയോടെ കാത്തിരിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ആഗ്രഹിച്ച സാധ്യങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യണം. അപ്പോൾ വീട്ടുകാരുമായും മാതാപിതാക്കളുമായും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് വഴക്കിലേക്ക് എത്തുകയും ചെയ്യും. കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു നീണ്ട കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. പണ്ടൊക്കെ ടീനേജ് എന്ന് പറയുമായിരുന്നു. അതായത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ, 13 years to 19 years. ഇന്ന് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടും ഭക്ഷണക്രമങ്ങൾ കൊണ്ടും അത് നേരത്തെ ആയിരിക്കുന്നു. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ബാല്യം ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാം. 8-10 വയസ്സ് മുതൽ തന്നെ ഇന്ന് കൗമാരം തുടങ്ങുകയാണ്. കൗമാര കാലഘട്ടത്തിൽ അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. അവരുടെ സെക്ഷൽ ഓർഗൻസുകൾ വളരെ പെട്ടെന്ന് തന്നെ വളരുന്നു. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും അവർക്കുണ്ടാകും. ആൺകുട്ടികളിൽ മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു, പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു, അണ്ടർ ആം ഹെയർ ഉണ്ടാവുന്നു, അവരുടെ ബോഡി ഇമേജ് ഉണ്ടാവുന്നു. ഒരുപാട്
ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയമാണ്. പുതിയ പുതിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നു. ഇവിടെ ഇവരുടെ ശാരീരികമായ വളർച്ചയും ഹോർമോണിൻ്റെ ഉൽപ്പാദനവും ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം ഇവരിൽ കൗമാരക്കാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നു, അസ്വസ്ഥതയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ദേഷ്യവും വാശിയും എല്ലാം. ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ് ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിലുള്ള പരസ്പരം ആകർഷണം ഉണ്ടാകുന്നതും സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതും എല്ലാം. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം? കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും വാത്സല്യത്തോടെയും അവരെ പരിഗണിച്ചുകൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സന്തോഷകരമായ ഒരു കാലം കഴിച്ചുകൂട്ടുവാൻ കഴിയും. ആൺകുട്ടികളെക്കുറിച്ചോ പെൺകുട്ടികളെക്കുറിച്ചോ അവർ സംസാരിക്കുമ്പോൾ, അവരുടെ പ്രണയത്തെക്കുറിച്ചോ അവർ സംസാരിക്കുമ്പോൾ അത് ക്ഷമയോടെയും തൃപ്തിയോടെയും കേൾക്കുകയും അതിന് രസകരമായിട്ടുള്ള എന്തെങ്കിലും മറുപടി പറയുകയോ ചെയ്യുക. അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അതേപോലെ തന്നെയാണ് ബോഡി ഇമേജിൽ അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. രാവിലെ സ്കൂൾ പോകാനിരിക്കുമ്പോൾ ഒരുപാട് സമയം കണ്ണാടിക്ക് മുന്നിൽ ചെലവഴിക്കുക, ഒരുപാട് സമയം ബാത്റൂമിൽ ചെലവഴിക്കുക. ഇതൊക്കെയാവുമ്പോൾ മാതാപിതാക്കൾ ദേഷ്യം വരികയും നീ എത്ര സമയമായി ഒരുങ്ങുന്നു, എന്താ ഇത്രമാത്രം ഒരുങ്ങാന് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. അതേപോലെ ഫുൾ A+ വാങ്ങിക്കണം എന്ന നിർബന്ധ ബുദ്ധി കുട്ടികളുടെ മുന്നിൽ വെക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റുപോയാൽ അതിന് വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുന്നതിന് പകരം ആ അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ നിനക്ക് കഴിയും, ഇപ്പോൾ സാരമില്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ അതവർ കൂടുതൽ മാർക്ക്, അടുത്ത പരീക്ഷയിൽ അവർക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുവാനും അവർക്കതൊരു പ്രചോദനവുമായിരിക്കും. നല്ല രീതിയിലുള്ള ഒരു പ്രചോദനം. കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. കൗമാര കാലഘട്ടത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാനസികമായി അവർക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കൗമാര കാലഘട്ടമായതുകൊണ്ട് തന്നെ അവർക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകാം, സ്ട്രെസ് ഉണ്ടാകാം. നമ്മൾ വിചാരിക്കും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. എന്നാൽ കൂട്ടുകാരുമായി ചെറിയൊരു വഴക്കുണ്ടാകുമ്പോൾ അവൾ എന്നെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അവൻ എന്നെ ശ്രദ്ധിച്ചില്ല എന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി അവർക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാവുകയും അവർക്ക് സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യും. അവരുടെ മുഖം വാടുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അവരോട് സംസാരിക്കുകയും അവരോട് ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യും. സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂൾ വിട്ടു വരുമ്പോഴും അവരുടെ മുഖഭാവങ്ങളും പ്രവർത്തികളും അവരറിയാതെ ഒബ്സർവ് ചെയ്യുന്നതും നന്നായിരിക്കും. ആൺകുട്ടികളോടോ പെൺകുട്ടികളോടോ സംസാരിച്ചു എന്നറിഞ്ഞാൽ, അതല്ലെങ്കിൽ പ്രണയമുണ്ടെന്നറിഞ്ഞാൽ അവരോട് പൊട്ടിത്തെറിക്കാതെ, വഴക്കു പറയാതെ, അടിക്കാതെ ശാന്തമായി അവരോട് സംസാരിക്കുകയും അതിനുള്ള പരിഹാരവും കാണുക. നല്ല കുടുംബ അന്തരീക്ഷം. മാതാപിതാക്കൾ തമ്മിലുള്ള സംസാരവും വഴക്കുകളും കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നല്ലൊരു സംതൃപ്തമായ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുകയും അവർക്ക് പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ഒക്കെ ചെയ്യും. അത് തന്നെ പല കൗമാരക്കാരുടെ പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ ഇത് സഹായിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു സ്കില്ല് അവരിൽ വളർത്തിയെടുക്കുന്നത് നന്നായിരിക്കും. കുട്ടികളിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ്. കുട്ടികളിൽ ധാരാളം ഹോബീസും അവർക്കുണ്ടായിരിക്കും. അതിനെയെല്ലാം വളർത്തിക്കൊണ്ടുവരിക, വായനയെ വളർത്തുക, വരയ്ക്കുവാനുള്ള അവരുടെ ഹോബീസിനെ വളർത്തിക്കൊണ്ടുവരിക. ഇതെല്ലാം അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുവാനും പുറത്തെ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ വിടുതൽ ചെയ്യുവാനും ഇതുകൊണ്ട് എപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ ചെന്ന് ശല്യം ചെയ്യരുത്. അത് അവരുടെ പഠിക്കാനുള്ള മൂഡിനെ തന്നെ നഷ്ടപ്പെടുത്തും. അതേപോലെ തന്നെ പഠന വിഷയങ്ങൾ പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും അവരെ പങ്കാളികളാക്കണം. സ്പോർട്സിലും കലാപരമായ പ്രവർത്തനങ്ങളിലും ഡ്രോയിങ്, ചിത്രരചന, കളറിങ്, ഇതിലെല്ലാം അവരെ പങ്കാളികളാക്കുക. അതവരെ പഠിക്കാൻ കൂടുതൽ പ്രോത്സാഹനം നൽകുവാനും അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുവാനും കോൺഫിഡൻസ് ഉണ്ടാക്കുവാനും ഒക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മാതാപിതാക്കളോടും
അധ്യാപകരോട് തുറന്നു പറയാൻ വേണ്ടി കുട്ടികളോട് പറയുക. സൈക്കോ സോഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ വഴിയോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ സമയത്ത് അവരുടെ ശാരീരിക വളർച്ചയെക്കുറിച്ചും അവരുടെ സംശയങ്ങളും ഒക്കെ വളരെ കൗതുകത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. ആ രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കാൻ അധ്യാപകർക്കും റെസിഡൻസ് അസോസിയേഷനും സാധിക്കണം. ഇത് കുട്ടികളിൽ വളരെ ഉപകാരപ്രദമായ ഒരു എഡ്യൂക്കേഷൻ. ഇത്തരം അവയർനെസ് കുട്ടികളുടെ ഈ വളർച്ചാ ഘട്ടങ്ങളിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. മിക്ക പാരൻസും അവരുടെ ഇഷ്ടപ്രകാരമാണ് കുട്ടികളുടെ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അത് പഠിക്കണമെന്ന് അവരോട് നിർബന്ധിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാവുമ്പോൾ അവർക്കത് പഠിക്കാൻ കഴിയില്ല. വിഷയങ്ങളിൽ തോൽവി സംഭവിക്കും. പഠനം ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണോ അത് പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. മറിച്ച് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒന്നും ഒരിക്കലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. കുട്ടികൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതിന് അഭിനന്ദനങ്ങൾ കൊടുക്കുക, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക. അത് അവരെ കൂടുതൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും മറ്റു പല കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. പല കുട്ടികളും പറയാറുണ്ട്, എന്നോട് അമ്മയ്ക്ക് ഇഷ്ടമില്ല, അച്ഛന് ഇഷ്ടമില്ല, പിന്നെ അവരൊന്നും സംസാരിക്കില്ല, എന്നോടൊന്നും പറയില്ല എന്നൊക്കെ. അത് പലപ്പോഴും കുട്ടികളുടെ തോന്നലായിരിക്കാം. കാരണം കുട്ടികളെ വഴക്ക് പറയുന്നതും ചീത്ത പറയുന്നതും അടിക്കുന്നതും ഒക്കെ ചിലപ്പോൾ അവർ നന്നാകുവാനും നല്ല നിലയിലെത്തുവാനും നന്നായി പഠിക്കുവാനും ഒക്കെ തന്നെയാണ്. പാരൻസിന് അറിയാഞ്ഞിട്ടല്ല, അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ കുട്ടികൾ അത് നേരെ മറിച്ചാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസന്റ് ആയിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക, അവരെ പരിഗണിക്കുക. അവരെ എപ്പോഴും കുട്ടികളാണ് എന്ന് കരുതി അവരെ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കരുത്. കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുവാനുള്ള ഒരു മോട്ടിവേഷനും ഉണ്ടാകുകയുള്ളൂ. വീടുകളിൽ കുട്ടികൾക്ക് ഊഷ്മളമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. നല്ല സംസാരം, നല്ല സ്നേഹം, നല്ല ശ്രദ്ധ, പരസ്പരം മത്സരമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് സഹകരിക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. കൗമാര കാലഘട്ടത്തിലെ ചാബല്യങ്ങൾ അതറിഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് കൗമാര പ്രായത്തിലുള്ള കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് വളരെ കരുതലോടെയും വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടു കൂടിയും അവരെ പരിപാലിപ്പിക്കുക. ടേക്ക് കെയർ.